ഒന്നും പറയണ്ട മക്കളെ. ബി.പി കൂടി എന്നെനിക്ക് തോന്നുന്നു. അപ്പം നന്നായിക്ക് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. വേറെ വേറൊന്നും എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ വരൂലാലോ. അപ്പം ബി.പി കൂടാനുള്ള കാരണം ഞാൻ നിങ്ങളോട് പറയാം. ഇത് എനിക്ക് എന്നില്ല, ഓൾമോസ്റ്റ് ഒരുവിധം ലേഡീസിനൊക്കെ പറ്റുന്ന ഒരു അബദ്ധമാണ്. ആ അബദ്ധം നിങ്ങളും കൂടിയും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഞാനിപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നല്ല പ്രഷർ കൂടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാൻ ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ നമുക്ക് തന്നെ അറിയാമല്ലോ, നമുക്ക് ബി.പി കൂടുകയോ കുറയോ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് തന്നെ നന്നായിട്ട് അറിയാമല്ലോ. അപ്പം ബി.പി കൂടാനുള്ള കാരണവും കൂടി ഞാൻ പറയാം. ഞാൻ ഷോപ്പിങ്ങിന് പോയി ഡ്രസ്സൊക്കെ എടുത്തു. അപ്പം മാവൂർ റോഡിൽ നിന്ന് കോഴിക്കോടേക്കാണ് എനിക്ക് ബസ് കയറേണ്ടത്. മാവൂർ റോഡിൽ നിന്ന് കോഴിക്കോടേക്കൊരു ബസ് കയറി തിരിച്ച് സ്റ്റാൻഡിലെത്തി ഞാൻ ഇറങ്ങിയതാണ്. ഒരു ഗൗൺ ടൈപ്പ് അനാർക്കലി, ഗൗൺ ടൈപ്പ് എന്ന് പറയേണ്ട അനാർക്കലി ഡ്രസ്സായിരുന്നു ഞാൻ ഇട്ടത്. ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ നേരെ പുറകിലുള്ള സ്ത്രീ എൻ്റെ ഡ്രസ്സ് ചവിട്ടിപ്പോയി. എന്തോ ഭാഗ്യത്തിന് ഞാൻ താഴെ വീണിട്ടില്ല, ഡ്രസ്സ് കീറിപ്പോയി. അപ്പം ഒരു ബസ് സ്റ്റാൻഡിലൊക്കെ നിന്നിട്ട് നമ്മൾ ഒരുപാടൊന്നും കീറിയിട്ടില്ല കേട്ടോ, ചെറുതായിട്ടൊന്നും കീറിയിട്ടേ ഉള്ളൂ. ഈ ഡ്രസ്സൊക്കെ കീറിപ്പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവം. താഴെയാണ് എന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ എന്നുള്ളത് ആണ് മെയിനായിട്ട് സംഭവം. പക്ഷേ എന്തോ വലിയൊരു അപകടം ഒഴിവായി കിട്ടി എന്ന് തന്നെ പറയാം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഞാൻ പാനിക്കായി പോയിട്ടോ. അപ്പോൾ അരുണ് ഡ്യൂട്ടിയിലാണ്, എറണാകുളത്തേക്ക് പോയി. അവനുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു ടെൻഷനും ഇല്ലല്ലോ. പിന്നെ പിന്നീട് എന്ത് ചെയ്യും, നെക്സ്റ്റ് ഓപ്ഷൻ എന്ത് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആദ്യം ഒന്ന് തരുത്ത് നിന്ന് പോയി കേട്ടോ. അങ്ങനെ നേരെ ഉള്ളിയേരി ബസ് ഉണ്ടായിരുന്നു, വരദാനം ബസ്, റിയാസ് ഖാൻ്റെ ബസ്സാണ്. നേരെ ബസ്സിലേക്ക് ഞാൻ പോയി. അപ്പോൾ ചോദിച്ചു, ഞാൻ റിയാസ് ഖാൻ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു റിയാസ് ഖാൻ ലീവാണെന്ന് പറഞ്ഞു. പെട്ടല്ലോ അടുത്ത പണി. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ വണ്ടി കയറി ഇരുന്നോട്ടെ എന്ന് ചോദിച്ചപ്പം എന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ജസ്ന സലീം എന്നുള്ള രീതിയിനെക്കാട്ടിലും അരുണിൻ്റെ സിസ്റ്റർ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം എന്നോട് പറഞ്ഞു കയറി ഇരുന്നോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു, എടാ എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ ഒരു ലേഡി ചവിട്ടിയിട്ട് കീറിപ്പോയിട്ടുണ്ട്, എന്താ ചെയ്യാന്നറിയില്ല. അപ്പോൾ അവർ നോക്കി പറഞ്ഞേ ഇത് കുഴപ്പമൊന്നുമില്ല, അത് അറിയില്ല, നമ്മൾ സൂക്ഷിച്ച് നോക്കണം എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാട്ടോ അത്. അപ്പോൾ പക്ഷേ എനിക്കൊരു ഇത്, കാരണം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഞാനൊന്ന് അനങ്ങിയ സോഷ്യൽ മീഡിയയിൽ വരുന്നതാണ്. ആരെങ്കിലും അതൊരു വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് സമൂഹത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കീറിയ ഡ്രസ്സും ഇട്ട് പോയി എന്ന് പറഞ്ഞിട്ട് അടുത്ത തംബ്ലൈൻ വെച്ചിട്ട് നിങ്ങൾ ആർക്കെങ്കിലും കാണേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനെ അരുണിൻ്റെ 1-2 കമ്പനിക്കാരെ വിളിച്ചു നോക്കി, ആരുടെ ബസ്സും ആ സമയത്തില്ല. പോരാത്തതിന് ബസ് ഉള്ളേരി എത്തിയിട്ട് ഉള്ളേരിയിൽ നിന്ന് മാറി ബസ് കയറണേ. അപ്പോഴും ഈ ഒരു, എനിക്ക് സമൂഹത്തെ പേടിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് ചിലവിന് തരുന്നത് നാട്ടുകാരാണോ എന്ന് ചോദിക്കുന്നതെങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ നാട്ടുകാരെ പേടിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ആ ഒരു ടെൻഷനാട്ടോ എനിക്ക്. ബി.പി കൂടിയതാണോ ബി.പി കുറച്ചതാണോ എന്നൊന്നും അറിയില്ല. വേറെ പോയിട്ട് എവിടെയെങ്കിലും ഡ്രസ്സ് മേടിച്ചിടുക എന്ന് പറയാൻ എവിടേക്ക് പോകണമെന്നോ ഇങ്ങനെ എനിക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ അരുണിനെ വിളിച്ചപ്പോൾ അരുൺ ഇങ്ങോട്ടൊന്ന് നേരെ നീ കണ്ണൂർ ബസ്സിന് കയറിക്കോ. ബസ്സിൽ കയറിയിരുന്നാൽ കൊയിലാണ്ടി വരെ നമ്മൾ ആരും അറിയില്ല. അപ്പോൾ കണ്ണൂർ ബസ്സിന് കയറി ഇരുന്നു. അപ്പം ബസ്സിൽ കയറി ആരും നമ്മളെ കാണില്ല, ഇരുന്നാൽ ആരും കാണില്ല, കാരണം താഴെ വശം ബാക്ക് വശമാണ് കയറിയത്. അപ്പോൾ കണ്ണൂർ ബസ് കയറുക വെച്ചാൽ കൊയിലാണ്ടി ഇറങ്ങിയ പാടക്ക് തന്നെ നമുക്ക് ഓട്ടോ കിട്ടും. അപ്പം ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വന്നാൽ ആരും ഈ വിവരം അറിയില്ല. അപ്പം എന്താക്കി നേരെ കണ്ണൂർ ബസ് കയറി. കൃതികയിലാണ് കയറിയത്. അടിപൊളി ഡ്രൈവറാണ് ഉള്ളത് പറയാമല്ല, ഒടുക്കമത്തെ സ്പീഡാണെന്ന് തന്നെ പറയാം.
അങ്ങനെ കൃതിയെ കയറി കൊയിലാണ്ടി ഇറങ്ങി. കൊയിലാണ്ടി ഇറങ്ങിയ പാടക്ക് നേരെ ഒരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിൽ വന്നു. ഡ്രസ്സൊന്ന് മാറി ഞാൻ അപ്പം കിടന്നിട്ടുണ്ട്. കാരണം ഞാൻ അപ്പം ആ പാനിക്കായി പോയ ആ ഒരു സംഭവത്തിൽ നിന്ന് റിക്കവറായിട്ട് വരാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു. കാര്യം എന്താ വെച്ചാൽ എന്ത് ചെയ്യും, ഏത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടല്ലോ. ആ ഒരു ടെൻഷനിൽ നിന്ന് റിക്കവർ ആവാൻ കുറച്ച് സമയമെടുത്തു. അപ്പോൾ ബസ്സിന് കയറുന്ന സ്ത്രീകളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ അനാർക്കലി ടൈപ്പോ അല്ലെങ്കിൽ സാധാ ടൈപ്പ് ചുരിദാറാണ് ഇടുന്നതെങ്കിൽ പോലും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ബാക്കിലൊന്ന് ഒരു കൈ സപ്പോർട്ട് കൊടുക്കുന്നത് നമ്മളുടെ ഹെൽത്തിന് നല്ലതാണ്, നമ്മളെ ഡ്രസ്സിന് നല്ലതാണ്. പിന്നെ എന്തേടി നീ കൊടുക്കാഞ്ഞ് എന്ന് ചോദിക്കേണ്ട. എനിക്ക് ഫസ്റ്റ് ടൈമുള്ള അനുഭവമാണ്. ഇനി അത് മുന്നോട്ട് ഞാനത് കീപ്പ് ചെയ്യും. വല്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു ഗൈസ്. ഏതായാലും ഡ്രസ്സ് എടുത്തത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതും വിട്ടുപോയി. ഇതൊന്ന് സ്റ്റാൻഡുമേലേക്ക് വെക്കട്ടെ, എന്നിട്ട് ഞാൻ ഡ്രസ്സ് എടുത്തതെന്നുള്ളത് കാണിച്ചു തരാം. എത്രയാ പ്രൈസ് എന്നൊക്കെ പറയാം. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ ആർക്ക് കൊള്ളാം? നമുക്ക് കൊള്ളാം. നാട്ടുകാരാണോ എടാ നിനക്ക് ചിലവിന് തരുന്നേ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തണം എന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഏതായാലും ഡ്രസ്സ് ഏതാണെന്നുള്ളതും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ.